ഒരു ഷട്ടറിൽ തുടങ്ങിയ പ്രസ്ഥാനം നമ്മൾ 30ഓളം ഷട്ടറിലേക്കും 30ഓളം ജീവനക്കാരിലോട്ടുമായിട്ട് നമുക്ക് ആ പ്രസ്ഥാനം വളർത്തിക്കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ അവനെ ഞാനായിരുന്നെങ്കിൽ ഇത്രയും നന്നാവില്ലേ കട. അവനായത് കാരണം പരമാവധി നല്ല രീതിയിൽ പോയി. ആദ്യം ഞങ്ങൾ റിറ്റെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇമ്പം വന്നതിന് ശേഷം ഹോൾസെയിലായത്. മൈ ഡിയർ സുഹൃത്തുക്കളെ, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോബി വിധേയത്തിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 29 വർഷങ്ങളായിട്ട് നമ്മുടെ തോപ്രാംകുടിയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സലീം സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം വളർന്ന് ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്വന്തം സലീം സൂപ്പർ മാർക്കറ്റ്. ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. തോപ്രാംകുടിയിൽ പ്രവർത്തിച്ചു വരുന്ന സലീം സ്റ്റോഴ്സ് നവീകരിച്ച സലീം സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മൾ 1996 സലീം സ്റ്റോർ എന്നുള്ള പ്രസ്ഥാനം തോപ്രാംകുടി കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നത്. അന്ന് സലീം സ്റ്റോറോട് തുടങ്ങിയ പ്രസ്ഥാനം അന്ന് ആളുകൾ, ഇവിടുത്തെ നല്ലവരായ ആളുകൾ 2 കൈ നീട്ടി സ്വീകരിച്ച് നെഞ്ചിലേറ്റ് നടന്നൊരു പ്രസ്ഥാനമാണ്. അതിപ്പം ഏറെക്കുറെ നമ്മൾ 30ഓളം ഷട്ടറിലേക്ക്, ഒരു ഷട്ടറിൽ തുടങ്ങിയ പ്രസ്ഥാനം നമ്മൾ 30ഓളം ഷട്ടറിലേക്കും 30ഓളം ജീവനക്കാരിലോട്ടുമായിട്ട് നമുക്ക് ആ പ്രസ്ഥാനം വളർത്തിക്കൊടുക്കാൻ സാധിച്ചു. ഇവിടുത്തെ ആളുകളുടെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പർച്ചേസിങ്, നമ്മുടെ ഒരു ബിസിനസിൻ്റെ അടിസ്ഥാനം പർച്ചേസിംഗ് ആണ്. ആ പർച്ചേസിംഗ് കൂടെ കസ്റ്റമറെ പിടിച്ചിരുത്താനും ഏറ്റവും നല്ല ഓഫർ കൊടുക്കാനും ഏറ്റവും വിലക്കുറവ് നമുക്ക് സാധനം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറെക്കുറെ നമ്മുടെ 4 സംസ്ഥാനത്തു നിന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ടാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത്. ആന്ധ്ര, കർണാടകം, തമിഴ്നാട് ഇങ്ങനെയുള്ള 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഇടനിലക്കാരനില്ലാതെ, ഒരു ബ്രോക്കർ ഇല്ലാതെയാണ് നമ്മൾ ആ സാധനം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം അതേപടി കസ്റ്റമറിലേക്ക്, സാധാ കസ്റ്റമറിലേക്ക്, റീറ്റെയിൽ കസ്റ്റമറിലേക്ക്, അതുപോലെ ഇവിടുത്തെ വ്യാപാരികളിലേക്ക്, ഇവിടുത്തെ ചെറിയ കച്ചവടക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. നമുക്ക് പർച്ചേസ് വില കുറഞ്ഞ് നമ്മൾ എടുക്കുന്നു, ആ വിലക്കുറവിൽ നമുക്ക് സാധനം കൊടുക്കാൻ കസ്റ്റമേഴ്സ് സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ട് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ മനസ്സിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കൾച്ചർ മാറുന്നതനുസരിച്ച്, പർച്ചേസിങ് കൾച്ചർ മാറുന്നതനുസരിച്ച്, നമ്മുടെ ഗ്രാമമാണെങ്കിൽ പോലും ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൾച്ചറൊക്കെ മാറുന്നുണ്ട്. ആ മാറുന്നതനുസരിച്ച് നമുക്ക് പുതിയതായിട്ട് ഒരു മെഗാ ഷോപ്പ്, മെഗാ മാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ 1981 ഇവിടെ വന്നത്. വന്നിട്ട് അന്ന് മലഞ്ചരക്കടയായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലാഭമൊക്കെ കിട്ടിയപ്പോൾ തോന്നി പലചരക്കട തുടങ്ങണമെന്ന്. അങ്ങനെ പലചരക്കട തുടങ്ങി. 1984-90 അത് കൃത്യ ഡേറ്റ് ഓർക്കുന്നില്ല. അത് ഞാൻ അങ്ങനെ ചെയ്ത് 90 വരെ ചെയ്തപ്പോഴത്തേക്ക് ഇവനെ കിട്ടി, മകനെ. ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവനെ കച്ചവടത്തിലേക്ക് വിളിച്ചിട്ടപ്പോൾ ഇവൻ ഉദ്യോഗത്തിന് പോകണമെന്ന് അവൻ്റെ താല്പര്യം. ഏതായാലും നിർബന്ധിച്ച് അവനിവിടെ ഇരുത്തി. ഇപ്പോൾ അവനെ ഞാനായിരുന്നെങ്കിൽ ഇത്രയും നന്നാവില്ലേ കട. അവനായത് കാരണം പരമാവധി നല്ല രീതിയിൽ പോയി. ആദ്യം ഞങ്ങൾ റിറ്റെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇമ്പം വന്നതിന് ശേഷം ഹോൾസെയിലായത്. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ ഒഴിവാക്കി കൊടുത്തു, അവൻ തന്നെ ചെയ്തു.